ഈ ഗ്ലാസ് ചന്തേരിയിൽ ക്രഷ്ഡ് ഗ്ലാസ് ചന്തേരി നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ചന്തേരി സിൽക്ക് തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള ഇത് ഹൈ സ്പീഡ് മെഷീനിൽ ചെയ്തു വരുന്ന ഒരു ഫാബ്രിക്കാണ്. 100% ഡയബിളാണ്, പ്യുവറാണ്. ഇത് 360 റുപ്പീസ് മാർക്കറ്റിൽ റീറ്റെയിൽ പ്രൈസ് ഉണ്ട്. ഹോൾസെയിലായിട്ട് നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാറ ടെക്സിൽ റീറ്റെയിൽ എടുക്കാം, മെലാഞ്ചിൽ റീറ്റെയിൽ എടുക്കാം, സാറ ടെക്സിൽ നമുക്ക് ഹോൾസെയിൽ ചെയ്യാം. സാറ എന്നുള്ള TTCയിൽ നമ്മൾ റീനെയിം ചെയ്തിട്ടുണ്ട്. സെറാടെക്സ് എന്നുള്ള പേര് ബിബിൻ ജോൺ TTC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലേക്ക് നമ്മൾ റീനെയിം ചെയ്തിട്ടുണ്ട്. ഒരു 1 മന്തിനുള്ള അതിൻ്റെ പ്രൊമോഷൻസ് എല്ലാം സ്റ്റാർട്ടാകും. അപ്പോൾ TTCയിൽ നമുക്കിത് ഹോൾസെയിലായിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് എൻ്റെ ഡൈ ചെയ്തത്. ശരിക്കും ഞാൻ പറയാം, ഡൈ 100% ഡയബിൾ ആണ് എങ്കിലും ഇതിപ്പോഴും ഒരു ഓഫ് വൈറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കാരണം ഓവർ കെയറിങ് കൊടുത്ത് തന്നെ ഡൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഫോർ എക്സാമ്പിൾ, ഡൈ ചെയ്തതിന് ശേഷം ഓവറായിട്ട് സ്റ്റീമിൽ വലിച്ചു പിടിച്ച് പ്രസ് ചെയ്യുകയോ അല്ല എങ്കിൽ റോൾ പോളിഷിങ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രഷ്നെസ് കുറയാനോ അത് മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഐവറി കളറിൽ പാച്ച് വർക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പാച്ചൊക്കെ കൊടുത്ത് ഡ്രസ്സസ് ഡിസൈൻ ചെയ്യുന്നവർക്ക് ഇതൊരു ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഓവറായിട്ട് ഫ്രെയിം വർക്കിലിടാനോ ഡൈ ചെയ്തതിന് ശേഷം സ്റ്റീം പ്രസ്സിങ്ങോ ഓർ റോൾ പോളിഷിങ്ങോ ചെയ്യാനോ അത് പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കില്ല ഈ ക്ലോത്ത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പ്ലെയിൻ ചന്തേരി സിൽക്കോ ഓർ ഗ്ലാസ് ചന്തേരി സിൽക്കിലേക്ക് പോവാം. ഈ ക്രഷ്നെസ് ഇഷ്ടപ്പെടുന്നവർ ഐവറി കളറിനോ ഓർ ലൈറ്റ് കളേഴ്സിലോ ഡൈ ചെയ്ത് അത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാമെന്നുള്ളവർക്ക് ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റായിട്ട് വിൽക്കാനുള്ള റോ മെറ്റീരിയലായിരിക്കും. ട്രൈ ചെയ്യും. താങ്ക് യു സോ മച്ച്.